ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മതിലകത്താണ്. കൊടുങ്ങല്ലൂർ മതിലകം മതിൽമൂല എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പെങ്ങളും 4 സുഹൃത്തുക്കളും ചേർന്ന് തുടങ്ങണ പാപ്പിനോസ് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ്. അപ്പോൾ അവരുടെ ഒരു സംരംഭമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിട്ട് വന്നത് നമ്മൾ. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് MLA ടൈസൺ മാഷാണ്. നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഗുരുവായൂർ ഹൈവേയിൽ മതിലകം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഏകദേശം പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടും, അതുപോലെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ SM പുരം പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടുമാണ്. അപ്പോൾ ഈ വഴിക്കൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ കയറുക, അവരുടെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ജസ്റ്റ് അവരുടെ ഷോപ്പും സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറി ചെല്ലുന്നിടത്തൊരു ടീ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എണ്ണക്കടികളും സാധനങ്ങളൊക്കെ ആയിട്ട് ടീ കൗണ്ടർ. അതിനോട് ചേർന്ന് തന്നെ കുടുംബശ്രീയുടെ പ്രൊഡക്റ്റുകൾ വെക്കാനായിട്ടുള്ള സ്റ്റോറും കൂടിയും അവിടെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനും പറ്റും. ഇനി കുറച്ചും കൂടി പ്രൊഡക്റ്റുകൾ സാധനങ്ങളൊക്കെ വരാനുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുള്ളൂ. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പദ്ധതി വിശദീകരണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബശ്രീ ADMC രാധാകൃഷ്ണൻ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭയങ്കര കൺഫ്യൂഷനിലാണ്. സരിത കണ്ണൻ BNCPയുടെ, അതുപോലെ ശോഭന നാരായണൻ DP. സഹോദരങ്ങളെ, ഒരു വലിയ സംരംഭത്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്ന് രൂപം നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, വിജയിക്കാൻ സാധ്യതയുള്ള ലക്ഷണമത്ത എന്ന് പറയും അതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പൊതുവായ സെറ്റിങ്സ്, ഹൈവേയുടെ തൊട്ട് ചേർന്നുള്ളത്, വാഹനങ്ങൾക്ക് നന്നായി പാർക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ തൊട്ട് മുമ്പിൽ ഏത് കുടുംബശ്രീയുടെ വേണമെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ടാക്കുന്നത് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നല്ല ഒരു മോഡലാണ് ഇവിടെ ഇപ്പോൾ പാപ്പിനോസ് എന്ന പേരിൽ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ സാധാരണ ഒരു മ്യൂസിയിൽ നിന്ന് ഒരു സംരംഭക എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരാണ് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പം ഇത് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു പടിയായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. എന്നിലുള്ള കർത്തവ്യം ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വ്യക്തികൾക്ക് നന്ദി പറയുക എന്നതാണ്.
ഇളവന്നൂർ പാഠത്തിലെ ഇണക്കുയിൽ മാറി കളം सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया।